നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. 95ാമത് സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 23-ന് സൗദി അറേബ്യയിൽ ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചു. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പൊതു സ്വകാര്യ മേഖലകൾക്ക് 95ാമത് സൗദി ദേശീയ ദിനമായ സെപ്റ്റംബർ 23-ന് അവധിയായിരിക്കുമെന്ന് ഉത്തരവിറക്കിയത്. രാജ്യത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സർക്കാർ, സ്വകാര്യ, ലാഭേച്ഛയില്ലാത്ത പ്രവർത്തിക്കുന്നിടത്തടക്കമുള്ള 3 മേഖലകൾക്കും ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദി ദേശീയ ദിനം 95 എന്ന അടയാളത്തിൽ നമ്മുടെ അഭിമാനം നമ്മുടെ പ്രകൃതിയിലാണ് എന്നതാണ് ഇത്തവണത്തെ ദേശീയ ദിനത്തിന്റെ അടയാളവാക്യം. മഹ്ബൂബ് ചാറ്റ്ബോട്ട് വഴി മദീനത്തി സ്മാർട്ട് സേവനം വാട്സപ്പിൽ ലഭ്യമാക്കി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായിലെ താമസക്കാർക്കും സന്ദർശകർക്കും റോഡുകളിലെയും പൊതുഗതാഗത സംവിധാനങ്ങളിലെയും കേടുപാടുകൾ, നടപ്പാതകൾ, ബസ് ഷെൽട്ടറുകൾ, ട്രാഫിക് സിഗ്നലുകൾ, ദിശാ ബോർഡുകൾ തുടങ്ങിയവയെല്ലാം ഈ സേവനം വഴി എളുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ടിംഗ് എളുപ്പമാക്കുന്നതിനും കേടുപാടുകൾ വേഗത്തിൽ കണ്ടെത്താൻ താമസക്കാരെയും സന്ദർശകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ചിത്രങ്ങൾ നേരിട്ട് വാട്സപ്പ് വഴി അയക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട RTA വകുപ്പുകളിലേക്ക് അയക്കുകയും വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. UAE പ്രവാസി ഇന്ത്യക്കാർക്കായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഇന്ന് ഓപ്പൺ ഹൗസ് നടത്തും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിപാടി. തൊഴിൽ, വിദ്യാഭ്യാസം, നിയമപരമായ കാര്യങ്ങൾ, മറ്റു പൊതുവിഷയങ്ങൾ എന്നിവയിൽ എംബസി ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. തുറന്ന സദസ്സ് നടക്കുന്നതിനാൽ അന്നേ ദിവസം പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ, രേഖകൾ നൽകൽ തുടങ്ങിയ പതിവ് കോൺസുലർ സേവനങ്ങൾ ഉണ്ടായിരിക്കില്ലെന്നും എംബസി അറിയിച്ചു. ദുബായ് വ്യാജ വെബ്സൈറ്റുകൾ വഴി ദുബായ് ഗ്ലോബൽ വില്ലേജ് പാക്കേജുകൾ വിൽക്കുന്നവർക്കെതിരെ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. ആകർഷകമായ വിലക്കുറവിൽ VIP പാക്കുകൾ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ലിങ്കുകൾ സമൂഹ മാധ്യമത്തിലും ഓൺലൈനുകളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആളുകളെ കബളിപ്പിച്ച് പണവും വ്യക്തിഗത വിവരങ്ങളും ചോർത്തുക എന്നതാണ് ഇത്തരം തട്ടിപ്പുകാരുടെ ലക്ഷ്യം. ഓരോ വർഷവും ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ഇത്തരം തട്ടിപ്പുകൾ പതിവാണെന്ന് പോലീസ് അറിയിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.